നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം ആര്യയുണ്ട് മലപ്പുറത്ത് നിന്ന്. ആര്യ ഒരു 18-കാരിയാണ്. പുതുതലമുറയുടെ ഒരു പ്രതിനിധിയാണ്. ജീവനത്തിലെ 21 ദിവസത്തെ പ്രകൃതി ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ തിരിച്ചു പോവുകയാണ്. ആര്യ ചേച്ചിയും ഒത്താണ് വന്നിട്ടുണ്ടായിരുന്നത് ജീവനത്തിൽ. എന്തായാലും ആര്യ ഒന്ന് പരിചയപ്പെടാം. ആര്യ ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ആര്യ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. എൻ്റെ +2 കഴിഞ്ഞു. ഞാനിപ്പോൾ 21 ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ ലക്ഷ്യം വെച്ചാ വന്നത് ജീവനത്തിൽ? ഫസ്റ്റ് ഞാനൊരു ഇമോഷണൽ ഈറ്റർ ആയിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ എന്താണ് യഥാർത്ഥ വിശപ്പ് എന്ന് എനിക്കറിയില്ല. ഞാൻ നീക്കും, പിന്നെ കിടക്കുന്നവരെ തിന്നലാവും. എനിക്ക് ഗ്യാപ്പില്ല. അതുകൊണ്ട് വിശപ്പിന്റെ ഫീലിങ്സ് ഒന്നും എനിക്കറിയില്ല. ഒഴിവ് സമയം ഫുള്ള് ഫില്ല് ചെയ്യുന്നത് ഫുഡ് കൂടെയാണ്. 2-3 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാ. അങ്ങനെ ഇപ്പോൾ മാസം ഞാൻ വെയിറ്റ് കൂടുമായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ട ഞാനാവില്ല അടുത്ത മാസം കാണാം. വീട്ടുകാർക്ക് ഓരോ മാസം മുമ്പ് ഓരോ രീതിയിലാണ് ഞാൻ വീട്ടിലേക്ക് എത്തുക. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുഡ് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊരു സംഭവം പിന്നെ മനസ്സിലെന്താ വെച്ചാൽ ഇന്ന ഫുഡിനോടുള്ള ആ ഒരു ഇതാണ് വിശപ്പ് എന്നായിരുന്നു. പിന്നെ എനിക്കത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അന്നത്തെ മൂഡ് ഫുള്ള് പോവും. എൻ്റെ വയറിന് ബുദ്ധിമുട്ട് പോലെ തോന്നും. മൊത്തത്തിൽ മെൻ്റലിയാണ് പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നും ഫിസിക്കലി എന്തൊക്കെയുണ്ട്. അങ്ങനെ ഞാനത് എന്തായാലും വാങ്ങി. അതേപോലെ ഭയങ്കര ഓവർ ഫാറ്റ്, ആവശ്യത്തിലധികം തടി ഉണ്ടായിരുന്നു. അതൊക്കെ കുറയ്ക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേപോലെ ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു, ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ മാനിപ്പുലേറ്റഡ് ആയിരുന്നു. ഞാൻ തന്നെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാല് ഇത് ആര്യയുടെ മാത്രം പ്രോബ്ലം അല്ലാന്ന് തോന്നുന്നു അല്ലേ? കുറേ ഇപ്പൊ ഏകദേശം ഈ ഒരു തലമുറയിലുള്ള കുറേ പേർക്ക് ഇതേ വിഷയമുണ്ട്. സെയിം പ്രോബ്ലം ആയിട്ട് കുറേ പേരുണ്ട്. അതെ, ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആണ്. ഭയങ്കര സെൻസിറ്റീവ്. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ബ്ലാസ്റ്റ് ആവണ പോലെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് മടി ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോഴായിരുന്നു അമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പോവാന്ന്. ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തായാലും ജീവനത്തിൽ വരുമ്പോൾ ഇതൊക്കെ ആര്യയുടെ ഉള്ളിലുണ്ട്. ഇതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കണം. സാധാരണഗതിയിൽ 18 വയസ്സിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കുട്ടികളെല്ലാം കടന്നു പോകുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും ഇതെന്തോ കറക്റ്റ് ചെയ്യപ്പെടേണ്ട എന്തോ ആണ് എന്നൊരു തോന്നൽ വരാറില്ല. ഇല്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന തരത്തിലാണ് പോവുക. പക്ഷെ ആര്യയിൽ അങ്ങനെ ഒരു ചിന്തയിലൊരു ഇതുണ്ടായി, ഇത് മാറ്റേണ്ടതുണ്ട് എന്നുള്ള വളരെ നേരത്തെ തന്നെ. അത് ഭയങ്കര പോസിറ്റീവായി തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ ആര്യ ജീവനത്തിലെത്തി. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ചികിത്സയും വാസവും ഒക്കെ? ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഫുഡ് ഇഷ്ടമായി. കാരണം ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പൊ ഫ്രൂട്ട്സ് മാത്രമാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. പക്ഷെ വന്നന്ന് നോർമൽ ഫുഡായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ റൂമാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. മൊത്തത്തിൽ ഭയങ്കര സൗകര്യം ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം നമുക്കിവിടെ ഓക്കെ ആയിട്ട് പോകാനുള്ള എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇല്ല പറഞ്ഞിട്ട് ലക്ഷറി ഒന്നുമില്ല. അതെ, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും അടുക്കളയത്തെ ചേച്ചിമാരാണെങ്കിൽ ആരാണെങ്കിലും ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് കിടക്കുകയാണെങ്കിൽ വ്യത്യാസം ഇവിടെ കിടക്കണ വ്യത്യാസം ഭയങ്കര എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറെ ഇപ്പൊ നമ്മളെ ഭയങ്കര ഭീകരമായിട്ട് അടുത്തേക്ക് വരുന്ന എന്തൊക്കെയാണ് അസുഖങ്ങൾ, അങ്ങനെയൊക്കെ ഒരു അപ്രോച്ചാ. പക്ഷെ ഇവിടെ വന്നിട്ട് വെറുതെ തമാശ പറഞ്ഞ് കുറെ കാര്യങ്ങൾ സംസാരിക്കും. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങളും ചോദിച്ചറിയും. അപ്പൊ അതൊക്കെ ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ കാര്യങ്ങൾ. അതായത് ഞാനൊരു പേഷ്യന്റ് ആയിട്ടല്ല ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു മൈൻഡ് ഇവരെന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിരുന്നു ഓൾറെഡി അന്ന് മുതൽ തന്നെ. ശരി, എത്രത്തോളം എന്നിട്ട് ഇതിൽ നിന്നൊക്കെ ഇപ്പൊ പുറത്ത് കടന്നു? അങ്ങനെ ചോദിച്ചാൽ അതായത് ഇപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തു മാറി. പക്ഷെ ഞാനത് അറിഞ്ഞില്ല മാറിയ കാര്യം. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് 21 ദിവസം കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ തന്നെ ആവുന്ന. പക്ഷെ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ആയ സമയത്ത് ഞാൻ കുറെ കരഞ്ഞിരുന്നു. ഇന്ന ടെൻഷൻ എനിക്ക് പഴയ പോലെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഞാൻ കരഞ്ഞിട്ട് ബെഡ് കയറുന്നിട്ട് എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. എൻ്റെ വിചാരം ഇതിൻ്റെ വിശപ്പാന്നായിരുന്നു. അങ്ങനെ സൈക്കോളജിസ്റ്റൊക്കെ വന്നു. അപ്പോൾ പറഞ്ഞു ഇതല്ല വിശപ്പ്. ഭക്ഷണം കഴിക്കണം എന്നുള്ളത് മനസ്സുകൊണ്ടുള്ള ഒരു തോന്നലല്ലാതെ യഥാർത്ഥത്തിൽ ഒരു വിശപ്പ് ഫാസ്റ്റിംഗ് സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി കഴിക്കാൻ പറ്റൂലേ, വിശപ്പ് വരൂലേ, അതൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിരിക്കും. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ തന്ന് തീർക്കും. ഇനിയിപ്പോൾ ക്വാർട്ടർ ആണെങ്കിലും എനിക്ക് തീർക്കണം, എനിക്കൊരു വശയാണ്. അപ്പം എനിക്ക് ഇനി അത് കിട്ടില്ലേ, അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങളായിരുന്നു. അങ്ങനെ വാട്ടർ ഫാസ്റ്റിങ്ങിന് കരയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോഴാരും തന്നില്ല വന്നു. അപ്പം ഞാനിങ്ങനെ ദേഷ്യം തോന്നിയിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ പതുക്കെ ഓരോ ഫുഡും കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ആർത്തിയെ തിന്നാൻ പറ്റുന്നില്ല. അതായത് എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കും, വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബാക്കി കളയാൻ പറ്റുന്നുണ്ട്. അതേപോലെ എൻ്റെ വയറ് ഫില്ലാവുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പണ്ട് ഈ സദ്യ കഴിക്കാനൊക്കെ പോകുമ്പോൾ മൊത്തത്തിലായിട്ട് തിന്നും, എന്നിട്ട് എനിക്ക് നീക്കാൻ പറ്റാത്ത അവസ്ഥയോ. പക്ഷെ ഇവിടെ ഈ സദ്യ ഉണ്ട്, അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും വിശപ്പിനെയും കൊതിയെയും വേറെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ വിശപ്പ് എന്നറിയില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഇവിടെ വന്നിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് എന്താ വിശപ്പ്. ഇപ്പൊ ശരിക്കും ആര്യ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തത് വിശപ്പില്ലാതെ ഇപ്പൊ തന്നെയല്ലേ? അതെ. എത്ര ദിവസം ഫാസ്റ്റിംഗ് ചെയ്തു?
അങ്ങനെ ചോദിച്ചാൽ വന്ന 3rd ഡേ തൊട്ട് ഞാൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബ്രേക്ക് ആയതിപ്പോൾ ഇന്നലെ മിഞ്ഞാവറ്റായിട്ടാ. ഏതാണ്ട് ഒരു 10-15 ദിവസത്തിലധികം ഓൾമോസ്റ്റ് ഫാസ്റ്റിങ്ങിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ. എത്ര വെയിറ്റ് കുറഞ്ഞു ഇപ്പോൾ? ഞാൻ 7 കിലോ കുറഞ്ഞിരുന്നു. ഫാസ്റ്റിംഗ് സമയത്ത് 7 കിലോ കുറഞ്ഞു. ഇപ്പൊ എന്നിട്ട് നോർമൽ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഇത്തിരി കയറിയിട്ടുണ്ടാവും. ഒരു കിലോ. ഓക്കെ. ഇപ്പം എന്തായാലും വെയിറ്റും അത്യാവശ്യം നോർമൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. വയറിന് ഇപ്പോൾ വേറെ ഡിസ്കംഫർട്ടുകളില്ല. ഉള്ളുകൊണ്ട് ഇപ്പം എങ്ങനെയാ, മനസ്സുകൊണ്ട്? ഭയങ്കര ക്ലീൻ ആയ പോലെ തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മളതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇപ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കുന്ന ഒരാൾ മുമ്പിലിരിക്കണു, അയാളോട് നമ്മളെല്ലാം പറയണു, നോർമലായിട്ടാണ് ചോദിക്കണം. അല്ലാതെ അങ്ങനെ എന്താ പ്രശ്നം അങ്ങനെയൊന്നുമല്ല ചോദിക്കുക. നിനക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പം എന്താ തോന്നണേ, അങ്ങനെയാണ് ചോദിക്കുക. ഇതൊക്കെ ഭയങ്കര നല്ല അപ്രോച്ചാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. എന്തായാലും ആരും ആര്യനെ രോഗിയായിട്ട് ഇവിടെ കണക്കിലെടുത്തിട്ടില്ല. പിന്നെ ആരും ജഡ്ജ്മെൻ്റലല്ല. അത് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. എന്തോരം സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റി. എനിക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ന സമയത്ത് ഇവിടെ വരണം, ഇന്ന രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇനിയിപ്പോൾ ഞാൻ രാവിലെ നീക്കണില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കും. വാലിഡ് ആയിട്ടൊരു റീസൺ ഉണ്ടെങ്കിൽ ഞാൻ കിടന്നോന്ന് പറയും, അല്ലെങ്കിൽ നമ്മളോട് വരാൻ പറയും. കാരണം മടിയല്ലല്ലോ മെയിൻ കാര്യം. ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പല ജില്ലയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ആരും നോക്കിയിട്ട് ഇപ്പോൾ നീ എന്താ ഇങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ നീ എന്തിനാ ചെയ്യണം, അങ്ങനെ ഒരു ചോദ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിനു വന്നു എന്ന് ആർക്കും അറിയാനൊരു ഗ്രേസും ഇല്ല. നമുക്ക് നമ്മളെ മുന്നോട്ട് പോകാൻ പറ്റും, ആരെയും പേടിക്കാതെ. അങ്ങനെ ആരുടെ അഭിപ്രായങ്ങളൊന്നും ഇല്ല. ഇല്ല, ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നി. എത്രത്തോളം സേഫ്റ്റി ഫീൽ ചെയ്തു? കാരണം ഈ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഒരിടത്ത് വന്ന് നിൽക്കുമ്പോൾ അങ്ങനൊന്നും ഉണ്ടല്ലോ, സെക്യൂർ ആണോ എന്നുള്ളത്. ഇവിടെ എത്രത്തോളം അങ്ങനെ ഒരു സേഫ്റ്റി ഫീൽ ഉണ്ടായിരുന്നു? അപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം റെസ്ട്രിക്റ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നിയിട്ടില്ല എനിക്ക്. കിട്ടിയിരുന്നെങ്കിൽ തോന്നി. പക്ഷേ ഇവിടെ അടുത്ത് കടയൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴാണ് അറിയണത്. എനിക്കറിയില്ലായിരുന്നു. സാധാരണ നമ്മൾ ചെകഞ്ഞ് അന്വേഷിക്കുമല്ലോ റെസ്ട്രിക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പോരണേൻ്റെ ഇന്നലെയായിട്ട് ഞാൻ അറിഞ്ഞത്. അപ്പോൾ റെസ്ട്രിക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഓക്കെ ഫൈൻ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും കിടന്നോ നോക്കാൻ ആൾക്കാരുണ്ട്, ഗേറ്റ് ക്ലോസ് ചെയ്തോ നോക്കാൻ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ചെയർ വരുന്നെടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഡ്യൂട്ടീസ് ഇങ്ങനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരു 9 മണിയായി തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ആരൊക്കെയാണോ അവരൊക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ അവർ ക്ലിയർ ആക്കിയിട്ട് അവിടെ നിന്ന് പോവുക. അതുകൊണ്ട് അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. എനിക്ക് 100% സേഫ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ആര്യ വരുമ്പോൾ, ആര്യയാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും ചെറിയ ആൾ അല്ലേ? ബാക്കി ഇപ്പോൾ 30 വയസ്സ്, 50, 70, ഇനി 86 വയസ്സ് വരെ ഉള്ള ആളുകളാണ് കൂടെ ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ളവർ. അപ്പോൾ കൂടെയുള്ള മറ്റേ ഇൻമേറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പം അങ്ങനെ ഒരു വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജ് ഡിഫറൻസ് ഉള്ളവരുമായിട്ട് ഇത്രയധികം നാൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പ്രശ്നമായിട്ടുണ്ടാവുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ പ്രശ്നമായി തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുമായിരുന്നു. അതായത് എനിക്ക് വയസ്സായ ആൾക്കാരോട് പൊതുവെ ഞാൻ സംസാരിക്കില്ല. കാരണം അവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ലൈഫിൽ ചെയ്യാനില്ല. അവർക്ക് പറഞ്ഞാൽ തന്നെ പറയാന്നുള്ളതാണ്. എനിക്ക് ബോറടിക്കുമോ? ആദ്യം വന്നപ്പോൾ തോന്നി ഇപ്പോൾ വാർദ്ധക്യം ആഘോഷിക്കാൻ വന്ന പോലെയൊക്കെ. കാരണം ഞാൻ ആരോടും മിണ്ടാൻ പോയില്ല. എനിക്കിഷ്ടമല്ല, ഞാൻ ചെയ്യില്ല എന്നായിരുന്നു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെക്കാളും പ്രായം കൂടിയ ചേച്ചിമാരൊക്കെ ആൻറ്റിന്നൊന്നും നമുക്ക് വിളിക്കാൻ തോന്നില്ല. നമ്മളെക്കാളും ഇത്രയും ചെറിയ കുട്ടികളുടെ ക്യാരക്ടറൊക്കെ കാണിക്കുക, ഇവിടെ കിടന്ന് തുള്ളി ചാടണു, 60-70 ഒക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക. എടി ഇങ്ങോട്ട് വാടി, ഭയങ്കര നമ്മളെന്തോ ഇത്രയും വർഷത്തെ ബന്ധങ്ങളൊക്കെ ഉള്ള പോലെ കാണിക്കുക. അപ്പോൾ പതുക്കെ പിന്നെ ഇവിടെ അച്ചച്ചന്മാരുടെ പ്രായമുള്ള കുറേ പേര് വരും. പക്ഷെ അവരൊന്നും അച്ചച്ചന്മാരായിട്ടല്ല നമ്മളോട് ബിഹേവ് ചെയ്യുക. മകളെ അങ്ങനെയൊന്നും വിളിച്ചിട്ടല്ലേ. ഇപ്പോൾ സമപ്രായക്കാരെ പോലെ തന്നെ എപ്പോൾ പറയും ഇത് എൻ്റെ ഫ്രണ്ടാ, അങ്ങനെയൊക്കെ തോളത്തുകായിട്ട് സംസാരിക്കും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഏജ് ഡിഫറൻസ് ഇത്ര വലിയ പ്രോബ്ലം അല്ല എന്ന് മനസ്സിലായി. തീരെ എനിക്ക് തോന്നി ജനറേഷൻ ഗ്യാപ്പ് എന്ന് എപ്പോഴും പറയുന്നതാ ഈ ഒരു പ്രായക്കാർ. അപ്പോൾ ആ ജനറേഷൻ ഗ്യാപ്പും തോന്നിയിട്ടില്ല. ഒരു രീതിയിലും നമ്മളെ ജഡ്ജ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കാരണവന്മാരെ ഓരോ കാര്യങ്ങൾ പറയില്ല, അതേപോലത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ. പിന്നെ ഇവിടുന്ന് ചില ആൾക്കാർ മുമ്പ് കരയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഡീപ്പായിട്ടാണ് എല്ലാവരും സംസാരം, ഓപ്പൺ ആയിട്ടാണ്. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പഠിപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. എന്തായാലും ഈ 3 ആഴ്ച ജീവനത്തിൽ വന്ന് ഒന്ന് ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷം സമാധാനമായിട്ടിരുന്നു. പ്രത്യേകിച്ച് വലിയ നിയമങ്ങളില്ല, പക്ഷെ കുറേ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ലൈഫിലേക്ക് വേണ്ട കുറേ റൂൾസ്. ഇനി എങ്ങനെയായിരിക്കും ലൈഫിനെ കാണാൻ പോകുന്നത്? ഇനി ലൈഫിൽ ഇതുപോലെ ടെൻഷൻസും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് അതിനൊക്കെ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്? പൊതുവേ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഊതിപ്പെരിപ്പിച്ച് ആരുടെയും തലയിട്ടിട്ട് അയാളും ടെൻഷൻ അടിക്കും, ഞാനും ടെൻഷൻ അടിക്കും. അത് മാറുമൊന്നുമില്ല. അത് പിന്നെ ഇങ്ങനെ ചെയിൻ പോലെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടുന്ന് പഠിച്ച എന്താ വെച്ചാൽ നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ തന്നെ ലിസണറും ആവുക, അറ്റ് ദ സെയിം ടൈം ആ പറയുന്ന ആളും ആവുക. അതാണ് ഇവിടുന്ന് പഠിപ്പിച്ചത്. നമ്മൾ തന്നെ ഒബ്സർവറും ആവുക. അതന്നെ.
അതായത് നമ്മൾക്ക് തന്നെ നമ്മൾ സംസാരിച്ച് നമ്മൾ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതായത് ഇപ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരുന്ന എല്ലാവരോടും ഭയങ്കര പോസിറ്റീവായിട്ട് അങ്ങനെയല്ല, നമ്മുടെ പ്രോബ്ലംസിന് തന്നെ പ്രയോറിറ്റി കൊടുത്ത് അത് സോൾവ് ചെയ്തതിന് ശേഷം അടുത്ത കാര്യങ്ങളിലേക്ക് പോകാനാണ് ഇവിടുന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ നല്ലൊരു ഒബ്സർവർ ആയിക്കൊണ്ട് ഇപ്പൊ ആര്യയുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആര്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആര്യ പെരുമാറുന്ന രീതി, ഇതെല്ലാം എല്ലായ്പ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആര്യ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ഓരോ വ്യക്തികൾ ഓരോ പോലെ. ഇപ്പം എൻ്റെ ശരികൾ എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ അതാണ് ശരിയെന്ന് പറയുമ്പോൾ മറ്റാളങ്ങനെ പറയണമെന്നില്ല. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് പല ആൾക്കാരോട് ഭയങ്കര ദേഷ്യം തോന്നും. അവർ നോർമലായിട്ട് പറയണാവും, പക്ഷെ എൻ്റെ ശരി അതല്ല. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നും. പിന്നെ ഞാൻ ആ വ്യക്തിനെ വേറെ എന്തോ രീതിയിലൊക്കെ കാണുക. പക്ഷെ ഇവിടുന്ന് പറഞ്ഞത് എല്ലാത്തിനെയും ഒരു പഠനമായിട്ട് എടുക്കുക. കാരണം ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ പല ആൾക്കാരുണ്ടാവും, പല രീതികളും ചിന്തകളും എല്ലാം കൂടിയും ഒരു പ്ലേസിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്ത് ഒരു പഠനമായിട്ട് കാണാമെന്നാണ് പറഞ്ഞു തന്നത്. അത് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മനസ്സിൽ ദേഷ്യം വെച്ച് നടക്കണേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എല്ലാത്തിനും ഒരു എക്സ്പെരിമെന്റ് പോലെ കാണുക എന്നുള്ളതാണല്ലോ. എല്ലാറ്റിൽ നിന്നും പുതിയത് പഠിച്ച് പോവുക. അപ്പം ആര്യയുടെ ഈ ഒരു ഏജിൽ ആര്യത തുടങ്ങുകയാണെങ്കിൽ ലൈഫ് അതീവ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്തായാലും ആര്യനെ പോലെയുള്ള ഇതുപോലെ പുതിയ തലമുറ ഇതുപോലെയുള്ള ഏറ്റവും ശരി എന്ന് പറയാവുന്ന ചിന്തയുടെ ഒരു പാത്താണ് ഇപ്പോൾ കണ്ടത്. അതിലേക്കൊക്കെ കയറാൻ സാധിക്കുകയാണെങ്കിൽ പുതിയൊരു തലമുറ സമാധാനത്തോടെ സ്വബോധത്തോടു കൂടിയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഭയങ്കര പ്രഷറിലാണ് ഭൂരിഭാഗം കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നും വളരെ കാമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പാത്തിലേക്ക് ആര്യ എന്തായാലും കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആര്യ നല്ല മിടുക്കിയായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.